ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നാടൻ വിഭവമായ കൊടപ്പൻ ചെറുപയർ തോരനാണ്. കൊടപ്പൻ എന്ന് പറയുന്നത് വാഴക്കൂമ്പാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു ചെറിയ കൊടപ്പൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൊത്തിയരിഞ്ഞു വെക്കാം. ഇതിന്റെ അരപ്പിനാവശ്യമായി ഒരു അരമുറി തേങ്ങ, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം ജീരകം, 5 ചെറിയ ഉള്ളി ചതച്ചത്, ഒരു 4 കഷ്ണം വെളുത്തുള്ളി ചതച്ചത്, എരിവിനാവശ്യമായ പച്ചമുളക്, കറിവേപ്പില. ഇനി ഒരു അല്പം ചെറുപയർ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായി ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ആ കുടപ്പൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് തീ സിമ്മിൽ വെച്ച് മൂടി കൊണ്ട് അടച്ച് ഒരു 5 മിനിറ്റ്. ഇപ്പോൾ കുടപ്പൻ ഒരു പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാവുന്നത് വെളുത്തുള്ളി, ഉള്ളി ചതച്ചതാണ്. ഇനി പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് അത്രയേ ഉള്ളൂ. മൂടി തുറന്ന് അത് നമുക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുടപ്പൻ എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചെറുപയർ അതും കൂടെ നമുക്ക് ചേർക്കാം. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു നാടൻ വിഭവമായ കൊടപ്പൻ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.